ആ 14-കാരിയെ പിന്തുടരുന്ന പ്രേതത്തിന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ച് ആ അപ്പാർട്ട്മെന്റിലേക്ക് കയറി ചെന്ന പോലീസുകാർക്ക് അവിടെ കാണാൻ സാധിച്ചത് ഒരു ഹെലോ കിറ്റി ഡോളിനെയായിരുന്നു. വിശദമായിട്ട് അതിനെ പരിശോധിച്ചപ്പോൾ അവരൊന്നടങ്കം ഞെട്ടിത്തരിച്ചു പോവുകയാണ്. അതിനകത്ത് അവർക്ക് കാണാൻ സാധിച്ചത് ഒരു മനുഷ്യ സ്ത്രീയുടെ തലയായിരുന്നു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരതകൾ അരങ്ങേറിയ ഹെലോ കിറ്റി കേസിന്റെ വിശദാംശങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ഫ്ലൂ ഹിയർ. 1999 മെയ് മാസം വലിയ ഭയത്തോടെയും സങ്കടത്തോടെയും കൂടിയാണ് ആ 14 വയസ്സുകാരി ഹോങ്കോങ്ങിലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. ആദ്യം തന്നെ അവൾക്ക് പറയാനുണ്ടായിരുന്നത്, ഏതാനും നാളുകളായിട്ട് എന്നൊരു പ്രേതം വല്ലാണ്ട് വേട്ടയാടുന്നുണ്ട്, എന്നത് പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. മറ്റെല്ലാവരെ പോലെയും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അത് അത്ര കാര്യമാക്കിയെടുത്തില്ല. എല്ലാം നിന്റെ തോന്നലുകൾ മാത്രമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ഫോങ് എന്ന് പറയുന്ന പെൺകുട്ടിയെ പോലീസ് ഉദ്യോഗസ്ഥർ സമാധാനിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ചില ഡ്രഗ് ഡീലേഴ്സുമായിട്ടും മറ്റുമൊക്കെ ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതിനാലൊക്കെ തന്നെ ഒരു പക്ഷേ വല്ല ഡ്രഗുകളുടെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കാം ഇതെന്ന് തോന്നലുകളും പോലീസുകാരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെയും ആഹ്ഫോങ് എന്ന ആ 14 വയസ്സുകാരി ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇലക്ട്രിക് വയർ കൊണ്ട് റാപ്പ് ചെയ്ത നിലയിലാണ് ആ പ്രേതത്തിൻ്റെ രൂപമുള്ളത്. മാത്രമല്ല, അവരുടെ ശരീരത്തിലൂടെ പൂർണ്ണമായിട്ടും രക്തം ഒലിച്ചിറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതോട് ചേർത്തുകൊണ്ട് അവൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുകയാണ്. ആ സ്ത്രീയുടെ മരണത്തിൽ, ആ സ്ത്രീയുടെ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ട്. ആ സ്ത്രീയുടെ ശരീരം എവിടെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയാം. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് ആഹ്ഫോങ് പറയുന്നതിൽ എന്തൊക്കെയോ തരത്തിലുള്ള ചില സത്യങ്ങളുണ്ട് എന്നൊരു തോന്നൽ അത് അവരുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് ഹോങ്കോങ്ങിലെ ആഹ്ഫോങ് പറഞ്ഞ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോലീസുകാർ എത്തിച്ചേരുന്നത്. മറ്റു ഫ്ലാറ്റുകളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ നിലയിൽ ഒരുപാടധികം ഡോളുകൾ, പ്രത്യേകിച്ച് ഹെലോ കിറ്റി ഡോളുകൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത്. അതിനകത്തേക്ക് കയറി ഓരോ ഭാഗങ്ങളായിട്ട് പരിശോധിച്ച് ഏറ്റവും ഒടുവിൽ പോലീസുകാർ എത്തിച്ചേർന്നത് ഒരു മെർമെയ്ഡ് രൂപത്തിലുള്ള ഹെലോ കിറ്റി ഡോളിലേക്കായിരുന്നു. അത് പൂർണ്ണമായിട്ടും പരിശോധിച്ച് നോക്കിയപ്പോൾ, തുറന്നു നോക്കിയപ്പോൾ പോലീസുകാർ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. മുറിച്ചെടുത്ത നിലയിലുള്ള ഒരു സ്ത്രീയുടെ തലയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പോലീസുകാർ എത്രയും പെട്ടെന്ന് തന്നെ ആ അപ്പാർട്ട്മെന്റിൽ പൂർണ്ണമായും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഫോറൻസിക് ടീം വരുന്നുണ്ട്. ആരുടേതാണ് ഈ ഒരു തല എന്ന കാര്യത്തെക്കുറിച്ച് അവർ അന്വേഷിക്കാൻ ആരംഭിക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് 23 വയസ്സുള്ള ഫാൻ മാൻ യി എന്ന് പറയുന്ന പെൺകുട്ടിയുടേതാണ് ഈ ഒരു തല എന്ന കാര്യം പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. എന്താണ് ഫാൻ മാൻ യിക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് അവർ മരണപ്പെട്ടത്? അവരുടെ തല മുറിച്ചെടുത്ത് ആരാണ് ഈ ഒരു ഹെലോ കിറ്റി ഡോളിനകത്ത് കൊണ്ടുവന്ന് വെച്ചത്? പോലീസുകാർ പിന്നെയും വിശദമായി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ തുടരുകയാണ്. വളരെയേറെ ദുരിതപൂർണമായ ഒരു ജീവിതമായിരുന്നു ഫാനിൻ്റേത്. വളരെ ചെറിയ പ്രായത്തിൽ, ജനിച്ച ഉടനെ തന്നെ അവളുടെ മാതാപിതാക്കൾ അവളൊരു ഓർഫനേജിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ്. പിന്നീടുള്ള ജീവിതം അവൾ ജീവിച്ചതൊക്കെ തന്നെയും ആ ഒരു ഓർഫനേജിലാണ്. പക്ഷെ അവിടെയും വളരെ ദുരിതപൂർണമായിട്ടുള്ള കാലഘട്ടങ്ങളിലൂടെയാണ്, അനുഭവങ്ങളിലൂടെയൊക്കെ തന്നെയാണ് അവളുടെ കുട്ടിക്കാലം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ വളർന്നു വരുമ്പോൾ തൻ്റെ ആവശ്യങ്ങൾക്കുള്ള പണമൊക്കെ സ്വയം കണ്ടെത്താൻ അവൾ പ്രാപ്തമായി എന്നൊരു കാലഘട്ടം എത്തുമ്പോൾ ആ ഓർഫനേജിൽ നിന്നും അവളെ പറഞ്ഞു വിടുകയാണ്. പിന്നീടുള്ള നാളുകൾ തെരുവോരങ്ങളിൽ കഴിച്ചുകൂട്ടി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ജോലികളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് തൻ്റെ ഉപജീവനത്തിനുള്ള മാർഗം അവൾ നിരന്തരമായി കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള പല തരത്തിലുള്ള ജോലികളൊക്കെ തന്നെയും ഈ ഒരു കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ചില ഡ്രഗ് ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ അവൾ എത്തിച്ചേരുന്നതും പൂർണ്ണമായിട്ട് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് പോലും ഫാൻ മാറി വരുന്നതൊക്കെ. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിത ചിലവുകൾക്കും ഡ്രഗിനും കൂടെ പണം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ തൻ്റെ ശരീരം വിൽക്കാൻ പോലും അവൾ നിർബന്ധിതയാവുകയാണ്. അതോടൊപ്പം തന്നെ ചില ചെറിയ ക്രൈമുകൾ, ചില ചെറിയ മോഷണങ്ങളും മറ്റൊക്കെ നടത്തി തൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അവൾ പണം കണ്ടെത്തി അവളുടെ ജീവിതം മുന്നോട്ടേക്ക് തള്ളി നീക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 1996 ഒരു നൈറ്റ് ക്ലബിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർത്തും അവിചാരിതമായിട്ട് ഒരു വ്യക്തിയുമായിട്ട് അവൾ സൗഹൃദത്തിലാകുന്നത്, പ്രണയത്തിലാകുന്നത്. ഏറ്റവും ഒടുവിൽ 1996 തന്നെ അവരിരുവരും വിവാഹിതരാകുകയും ചെയ്യുന്നുണ്ട്. വളരെ സമാധാനപൂർണ്ണമായ നല്ല രീതിയിലുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അവരുടെ ആ ഒരു ബന്ധത്തിൽ അവർക്കൊരു ആൺകുഞ്ഞു കൂടെ ജനിക്കുന്നുണ്ട്. നാളുകൾ പിന്നെയും കടന്നു പോകുമ്പോൾ പിന്നെയും ഫാനിൻ്റെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരാൻ ആരംഭിക്കുകയാണ്. പതിയെ അവളും ഭർത്താവും തമ്മിലുള്ള ബന്ധം വഷളാവാൻ ആരംഭിക്കുകയാണ്. അധിക ദിവസങ്ങളിലും വലിയ തോതിൽ ഇരുവരും വഴക്കിടാനും
വലിയ തോതിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ ആരംഭിക്കുകയാണ്. അവളും ഭർത്താവും ഒരുപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റുകളായിരുന്നു എന്നത് ഇതിന് വലിയ തോതിൽ തന്നെ ആക്കം കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും തൻ്റെ ജീവിത ചെലവുകൾക്കും മറ്റുമൊക്കെ വേണ്ടിയിട്ട് കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെയും പല നൈറ്റ് ക്ലബ്ബുകളിലും മറ്റുമൊക്കെ നിരന്തരമായിട്ട് അവൾ ജോലിക്ക് പോകാൻ നിർബന്ധിതയാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ 1997 ചാൻ മാൻലോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫാൻ പരിചയപ്പെടുന്നുണ്ട്. ഏറെക്കുറെ 35 വയസ്സ് പ്രായമുള്ള ആ വ്യക്തി പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് ഡ്രഗ് ഡീലിംഗ് ആയിരുന്നു. മാത്രമല്ല അതിനൊക്കെ വേണ്ടിയിട്ട് അയാൾക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്യാങ് തന്നെ അയാൾ രൂപീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ മറ്റൊരു നിലക്ക് നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മോശമായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാൻലോക്ക്. എന്തൊക്കെ തന്നെയായാലും ഇരുവരും വലിയ തോതിൽ തന്നെ അടുക്കുന്നുണ്ട്. അതിനിടയിൽ വെച്ചുകൊണ്ട് ഫാൻ വലിയൊരു അബദ്ധം ചെയ്യുകയാണ്. അവളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ച വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു അത്. പണത്തിന് വലിയ തോതിൽ തന്നെ ആവശ്യമുണ്ടായിരുന്ന ഫാൻ ഒരിക്കൽ കൃത്യമായ ഒരു അവസരം ലഭിച്ചപ്പോൾ മാൻലോക്കിൻ്റെ വാലറ്റ് പേഴ്സ് അടിച്ചു മാറ്റുകയാണ്. അതിനകത്തുണ്ടായിരുന്നത് ഏറെക്കുറെ $4000 വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തൻ്റെ വാലറ്റ് മോഷണം പോയിട്ടുണ്ട്, അത് എടുത്തിട്ടുള്ളത് ഫാനാണ് എന്ന കാര്യത്തെക്കുറിച്ച് മാൻലോക്കിന് മനസ്സിലാക്കാനും സാധിച്ചു. അയാൾ നേരെ ഫാനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവളോടായിട്ട് ആ പണം തിരിച്ചാവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഫാനിനോടായിട്ട് അയാൾ ആവശ്യപ്പെടുകയുണ്ടായി. $4000 എനിക്ക് തിരിച്ചു തരണം, അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് $10000 നീ എനിക്ക് വേറെയും ഇതോട് കൂടെ ചേർത്ത് തരണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് പണത്തിന് വലിയ തോതിൽ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫാനിന് മുന്നിലേക്ക് അയാൾ നീട്ടിയത്. എന്തൊക്കെ തന്നെയായാലും ആ ഒരു അവസരത്തിൽ തന്നെ അതിൽ നിന്നും മോഷ്ടിച്ചിട്ടുള്ള വാലറ്റിൽ നിന്നും അവൾ എടുത്തിട്ടുള്ള $4000 ഫാൻ അയാൾക്ക് തിരിച്ചു നൽകുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള $10000 നൽകാൻ ഒരു സാവകാശം ഫാൻ അയാളോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ വളരെ ക്രൂരനായിട്ടുള്ള വ്യക്തി അതിനൊന്നും തയ്യാറായിരുന്നില്ല. തൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ചതിച്ച് തൻ്റെ വാലറ്റ് വരെ മോഷ്ടിച്ച ഫാൻ മാനി എന്ന സ്ത്രീയോട് എങ്ങനെയും പ്രതികാരം ചെയ്യണമെന്ന് അയാളുടെ മനസ്സിൽ അയാൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിൽ തൻ്റെ സഹായികളായിട്ടുള്ള വെയ്ലുൻ അതേപോലെ ഷിങ്ചെ എന്നീ 2 ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ട് ഫാനിനെ അയാൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനുശേഷം മാൻലോക്ക് ചെയ്തത് തൻ്റെ സുഹൃത്തുക്കളെയും മറ്റുമൊക്കെ വിളിച്ചുകൊണ്ട് പണം മേടിച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ ഫാനിനെ കാഴ്ചവെക്കുക എന്നതായിരുന്നു. അയാൾ തൻ്റെ സുഹൃത്തുക്കളോടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവളെ ചെയ്യാമെന്നത് കാര്യമായിരുന്നു. മറ്റൊരു ഗതിയുമില്ലാത്ത ഫാനിന് മാൻലോക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും സമ്മതിച്ച് നൽകേണ്ട അവസ്ഥ വരികയാണ്. വളരെ ദുരിതപൂർണമായ ഏതാനും ദിവസങ്ങൾ അത്തരത്തിൽ കടന്നു പോവുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും മാൻലോക്കിന് ഫാനിനോട് ഉണ്ടായിരുന്ന ദേഷ്യം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ അവളെ മറ്റൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുകയാണ്. തുടർന്ന് മാൻലോക്കും അയാളുടെ 2 സഹായികളും ചേർന്നുകൊണ്ട് ഫാനിനെ ഇലക്ട്രിക് വയർ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയും വളരെ ക്രൂരമായ നിലയിൽ തന്നെ അവളെ മർദ്ദിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ആഹ്ഫാങ് എന്ന് പറയുന്ന 13 വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടി ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ആഹ്ഫോങ് എന്ന് പറയുന്ന 13 വയസ്സുകാരി ഏറെക്കുറെ 35 വയസ്സ് പ്രായമുള്ള മാൻലോക്കിനെ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ആഹ്ഫോങ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരുന്ന അവസരത്തിൽ അവൾ കാണുന്നത് ഇലക്ട്രിക് വയർ കൊണ്ട് പൂർണ്ണമായിട്ടും വരിഞ്ഞു മുറുക്കിയ ഫാനിൻ്റെ വളരെ ക്രൂരമായിട്ട് മാൻലോക്കും സംഘവും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നതായിരുന്നു. ഇവർ ഈ കാര്യങ്ങളൊക്കെ ചുമ്മാ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ഈ ഒരു അവസരത്തിൽ ആഹ്ഫോങ് എന്ന് പറയുന്ന 13 വയസ്സുകാരി പോലും ഫാനിനെ വലിയ തോതിൽ തന്നെ മർദ്ദിക്കുന്നുണ്ട്. പിന്നെയും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്ത തരത്തിലുള്ള ഓരോ രീതികളിലാണ് ഫാനിനെ അവർ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നത്. വളരെ ക്രൂരമായ നിലയിൽ തന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നത്, മർദ്ദിച്ചുകൊണ്ടേയിരുന്നത്. ദിവസങ്ങൾ ഒരുപാട് കടന്നു പോകുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ഫാനിൽ നിന്നും യാതൊരു വിധത്തിലുള്ള മറുപടികളും റെസ്പോൺസുകളും കിട്ടാത്തൊരവസ്ഥയിലേക്ക് അവൾ മാറി വരികയാണ്. വേദന സഹിച്ച് പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവൾ എത്തി എന്ന് പറയുന്നതാകും യഥാർത്ഥത്തിൽ ശരി. അതോടുകൂടെ തന്നെ അവളെ ഇനിയും ടോർച്ചർ ചെയ്യുന്ന കാര്യത്തിൽ മാൻലോക്കിനും സംഘത്തിനും വലിയ തോതിൽ തന്നെ വിരസത അനുഭവപ്പെടാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് മാൻലോക്കിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ഫാനിനെ നമുക്ക് കെട്ടിത്തൂക്കാം, അതിനുശേഷം അവളെ ഒരു ഹ്യൂമൻ പഞ്ചിങ് കിറ്റായിട്ട് ഉപയോഗിക്കാം, അവളുടെ ശരീരത്തിലേക്ക് ഇടിച്ചു കളിക്കാമെന്നൊരു ആശയവുമായിട്ട് വരുന്നത്. അങ്ങനെ പിന്നീടുള്ള ഏതാനും ദിവസങ്ങൾ അവളെ അവർ കെട്ടിത്തൂക്കുകയും അവളൊരു ഹ്യൂമൻ പഞ്ചിങ് കിറ്റായിട്ട് നിരന്തരമായിട്ട് അവളെ മർദ്ദിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുകയാണ്.
ഇതിനോടകം തന്നെ അവളുടെ ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോയിട്ടുണ്ടായിരുന്നു. വലിയ തോതിൽ തന്നെ ഒരുപാട് ചതവുകളും മുറിവുകളൊക്കെ അവളുടെ ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 1999 ഏപ്രിൽ മാസം 15-ാം തീയതി അവളുടെ കെട്ടഴിച്ച് അവളെ ബാത്റൂമിലിട്ട് പൂട്ടി മാൻലോക്കും സംഘവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയും തിരിച്ചു വരികയും ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് വലിയ ക്രൂരതകൾ, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഫാൻ മാനിയെ എന്ന് പറയുന്ന 23 വയസ്സുകാരി മരണപ്പെട്ട് കിടക്കുന്നതായിരുന്നു. പിന്നീട് അവളുടെ ശരീരം എന്ത് ചെയ്യണമെന്ന വലിയ തോതിലുള്ള ചിന്തകളിലേക്ക് അവർ കടക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ അവിടെയുള്ള ബാത്ത് ടബിൽ അവളെ ഇട്ടുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവളുടെ ശരീരഭാഗങ്ങൾ അവർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയും അവിടുത്തെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള പാത്രങ്ങളിൽ ഇട്ടുകൊണ്ട് അവളുടെ ശരീരം വേവിച്ചെടുക്കുകയും അതിനുശേഷം ഗാർബേജിൽ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്. എല്ലാം ഇത്തരത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചു എങ്കിലും ഫാനിൻ്റെ ആന്തരിക അവയവങ്ങളും അതുപോലെ തന്നെ അവളുടെ തലയും എന്ത് ചെയ്യണമെന്ന വലിയൊരു സംശയത്തിലേക്ക് ഏറ്റവും ഒടുവിൽ മാൻലോക്കും സംഘവും എത്തിച്ചേരുകയാണ്. ആ ഒരു അവസരത്തിൽ അവളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം പ്ലാസ്റ്റിക് ബാഗുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്നും പിന്നീട് അവസരം ലഭിക്കുമ്പോൾ അതെല്ലാം ഉപേക്ഷിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുറിച്ചെടുത്തിട്ടുള്ള ഫാൻ മാനിയുടെ തല അവിടെ ഉള്ള ഒരു ഹലോ കിറ്റി ഡോളിനകത്തേക്ക് വെച്ച് സ്റ്റഫ് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് കൂടെ അവർ ഒരുമിച്ച് തന്നെ എത്തിച്ചേരുകയും അതിനടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വളരെയേറെ ക്രൂരതകൾ ഏറ്റുവാങ്ങി മരണപ്പെട്ട ഫാൻ മാനിയെ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തല ആ ഒരു ഹലോ കിറ്റി ഡോളിനകത്തേക്ക് എത്തിച്ചേരുന്നത്. വിശദമായ നിലയിൽ തന്നെ പോലീസുകാർ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പുകളും മറ്റൊക്കെ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രതികളെ കോടതിയിലേക്ക് ഹാജരാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ പ്രതിഭാഗത്തിന് പറയാനുണ്ടായിരുന്നത് വലിയ തോതിൽ തന്നെ ഡ്രഗ് യൂസ് ചെയ്തിട്ടുള്ള ഫാൻമാൻ ഈ മരണപ്പെട്ടതായിരുന്നു. അതിനുശേഷം അവളുടെ ബോഡി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയിട്ടുണ്ടായിരുന്ന മാൻലോക്കും സംഘവും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ കൃത്യമായി ഫാൻ മരിക്കാനിടയായ കാരണങ്ങളെക്കുറിച്ച് കണ്ടെത്താൻ പാകത്തിനുള്ള ഫാനിൻ്റെ ശരീരഭാഗങ്ങളൊന്നും തന്നെ അവിടെ നിന്നും ലഭ്യമായിരുന്നില്ല. അതിനാലൊക്കെ തന്നെ എങ്ങനെയാണ് ഫാൻ മാനിയെ എന്ന് പറയുന്ന 23 വയസ്സുകാരി മരണപ്പെട്ടത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഇന്നും ഒരാൾക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തൊക്കെ തന്നെയായാലും ആഹ്ഫോങ് എന്ന് പറയുന്ന പെൺകുട്ടിക്കുണ്ടായ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്ക് ഈ ഒരു കേസിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാനും പ്രതികളെ പിടികൂടാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാൻലോക്കിനും അയാളുടെ കൂട്ടുകാരായ 2 ആളുകൾക്കും കോടതി ശിക്ഷ വിധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൈനറായിട്ടുള്ള 14 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ ആഹ്ഫോങ്ങിനെ കോടതി വെറുതെ വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിലൂടെ വൈൻഡപ്പിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പലരും നമ്മുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു ഈ ഒരു ഹലോ കിറ്റി കേസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ഹലോ കിറ്റി കേസ് കൃത്യമായി തെളിയിച്ച് അതിനുള്ള ശിക്ഷകളൊക്കെ തന്നെ നൽകപ്പെട്ടു എങ്കിൽ കൂടെയും ഫാൻ മാനിയെ കൊല്ലപ്പെട്ട ആ അപ്പാർട്ട്മെൻറ്റിൽ പിന്നെയും അവളുടെ ആത്മാക്കളുണ്ട് അല്ലെങ്കിൽ അവളുടെ ആത്മാവിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വലിയ തോതിൽ തന്നെ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ പോലും ആളുകൾക്ക് ഭയം ഉണ്ടാകുന്ന നിലയിലേക്ക് പോലും അവിടുത്തെ കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ 2012 ഇത്തരം ഒരു ക്രൂരമായ കൃത്യം നടന്ന കൊലപാതകം നടന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റ്, ആ ഒരു ഫ്ലാറ്റ് പൂർണ്ണമായിട്ടും പൊളിച്ചു കളയുകയാണ് ഉണ്ടായത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.